ഒരു കാര്യം പഠിക്കാനിറങ്ങിയാൽ പഠിക്കുക തന്നെ വേണം. അമ്മയായി എന്ന് കരുതി മാറി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്കൊരാഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം എന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ. നൈറ്റ് സ്കേറ്റിങ്ങിനാണ് ഇറങ്ങിയേക്കുന്നത്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സ്കേറ്റിങ്ങുകൾ അടുത്തൊന്നുമില്ല. കബോൺ പാർക്കിലാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നത്. ഈ സ്ട്രീറ്റിൽ സ്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം വണ്ടിയൊന്നും വരില്ല. സേഫായിട്ട് കല്ലൂനും എനിക്കും സ്കേറ്റ് ചെയ്യാൻ പഠിക്കാം. ഞാനിത് തുടക്കമാണ്. എനിക്കങ്ങനെ വലുതായിട്ട് സ്കേറ്റിംഗ് ഒന്നും അറിയില്ല. കല്ലൂനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇറങ്ങിയത്. ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്കിതിലൊരു ഇഷ്ടം വന്നത്. ഭയങ്കരമായിട്ട് ഒരു അഡിക്റ്റീവായ ഒരു സംഭവമാണ് സ്കേറ്റിങ്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറക്കാനേ കഴിയില്ല. ഞാൻ അധികം സ്കേറ്റിങ്ങിൽ പുലിയൊന്നുമല്ല. തത്തി പോണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കധികം സ്കേറ്റിംഗ് ഒന്നും വശമില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യും. ചിലർ പറയും നിനക്ക് വേറൊരു പണിയും ഇല്ലാഞ്ഞിട്ടാ, നീ അമ്മയായിട്ട് ഇങ്ങനെയൊക്കെ ഈ പണിക്കൊക്കെ ഇറങ്ങുന്നതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ നമ്മുടെ ആഗ്രഹം കംപ്ലീറ്റഡ് ആക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണല്ലോ. നമ്മുടെ സിമ്പിൾ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സ്കേറ്റിങ്ങിനോടൊരു ഇഷ്ടം തോന്നി, ഞാനത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുവാണ്. എനിക്കിതിനി മടുക്കുന്നത് വരെ ഞാൻ ചെയ്യും. ഈ റോട്ടിൽ ഇതുവരേക്കും ഒരു വണ്ടി പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ല. അതാണ് ഞാനിവിടെ മെയിനായിട്ടും വരാനുള്ള കാരണം. പിന്നെ ബാംഗ്ലൂരിലെ ആളുകൾ സഹിഷ്ണുതയുള്ള ഒരു ആളുകളല്ല. പക്ഷേ ഈ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത്യാവശ്യം നമ്മൾ സ്കേറ്റ് ചെയ്യുന്നതിനോടൊന്നും എതിർപ്പ് കാണിക്കാത്തവരാണ്. സോ അതുകൊണ്ടും കൂടിയാണ് നമ്മളിവിടെ വന്ന് സ്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കല്ലുവിന് ഒട്ടുമിക്ക ഈ സ്ട്രീറ്റിലുള്ള അപ്പുറത്തുള്ള വീടുകളിലുള്ള ചേച്ചിമാർക്കൊക്കെ നല്ല പരിചയവുമാണ്. ഞങ്ങളിവിടെ വന്ന് പരിചയപ്പെട്ടതാണ്, അല്ലാതെ മുൻപരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ സ്കേറ്റിംഗ് ശരിക്കും രസമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ വീണ് കഴിഞ്ഞാൽ നമ്മൾ നടുവൊടിഞ്ഞങ്ങ് കിടക്കേണ്ടി വരും. 2 ദിവസത്തേക്കെങ്കിലും ആ പെയിൻ ഉണ്ടാവും. ഞാൻ ആദ്യമൊക്കെ നല്ലോണം വീണു. ഇപ്പോൾ മെല്ലെ പിച്ച വെച്ച് നടക്കാനായിട്ട് പഠിച്ചു. ഇനി അങ്ങോട്ട് തകർക്കും. അതാണ് ഇനി എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫാണ്. പക്ഷേ സ്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കൂടിയാണ്. കാരണം ആ സ്ട്രാപ്പ് വലിച്ചിടണം. നമ്മുടെ കൈയൊക്കെ ഒത്തിരി വേദനിക്കും. കുറേ നേരം അങ്ങനെ ഇട്ട് നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പരമാവധി നമുക്ക് ഒരു മണിക്കൂറൊക്കെ അത് തുടർച്ചയായിട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്രയ്ക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും മാത്രമേ ഉള്ളൂ. ഞാൻ വൈകുന്നേരം വരെ സ്കേറ്റ് ചെയ്തേക്കുന്ന ടൈം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ നൈറ്റ് സ്കേറ്റിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഹാപ്പി, കല്ല് ഹാപ്പി.